நம்முடைய நிகழ்ச்சியினுடைய கருவாக இருக்கக்கூடிய ஒரு மனிதனின் மரணம், மன்னரை மற்றும் மறுமை தொடர்பான மார்க்க சொற்பொழிவை நிகழ்த்துவதற்காக KNM-உடைய இஸ்லாமிய அழைப்பாளர் அல்-ஹாஃபில் மௌலவி உனைஸ் பாபினேஷேரி அவர்களை இங்கே உரையாற்ற வருமாறு அன்போடு அழைக்கிறேன். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹ். அல்ஹம்துலில்லாஹ் அல்ஹம்துலில்லாஹில்லதீ ஹதானா லிஹதா வமா குன்னா லினஹ்ததிய லௌலா அன் ஹதானல்லாஹ். ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തളർച്ചയിലുമെല്ലാം ഒരുപോലെ പാലിച്ച് അവന് വഴിപ്പെട്ട് അവൻ്റെ ഇഷ്ടവും പ്രീതിയും തൃപ്തിയും നേടി അള്ളാഹു തന്ന ഈ ചുരുങ്ങിയ ആയുസ് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിന്നിവിടെ ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നതും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതുമെല്ലാം. നമ്മിൽ നിന്ന് നമ്മുടെ റബ്ബ് ഇത് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ.
നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് പോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടിയിരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. മരണവും പരലോകവും എന്ന വിഷയം എനിക്കറിയില്ല, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും മലയാളം ശരിക്കും മനസ്സിലാവുന്ന ആളുകളാണ് എല്ലാവരും. ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. മരണവും പരലോകവും എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ ആ വിഷയം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റൊരു ഹദീസ് വായിച്ചിട്ടാണ്. ഞാൻ തുടക്കത്തിൽ എൻ്റെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇവിടെ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് 2 കടലാസാണ്. ഇതൊരു ഹദീസാണ്, ഒരൊറ്റ ഹദീസാണ്. ഈ ഹദീസിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു സഞ്ചാരം നടത്താൻ പോവാണ്, ഒരു യാത്ര നടത്താൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൻസാരി സഹാബിയെ ഖബറടക്കിയിട്ട് ആ ഖബറിൻ്റെ ഓരത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത നീളമുള്ള വലിയൊരു ഹദീസ്. ഈ ഹദീസിൽ ഒരു മനുഷ്യൻ, അവൻ മുഅ്മിനാകട്ടെ കാഫിറാകട്ടെ, അവൻ മരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ചും ആ മരിച്ചു കഴിഞ്ഞാൽ അവൻ നടത്തുന്ന വിദൂരമായ യാത്രയെക്കുറിച്ചും ആ യാത്ര കഴിഞ്ഞ് അവൻ്റെ ബർസഖിയായ ഖബറിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചും അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്നുള്ള ചോദ്യം ചെയ്യലിനെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമെല്ലാം വളരെ ഡീറ്റെയിലായി പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ആ ഹദീസ് വായിക്കാൻ തുടങ്ങാം. ഉറങ്ങാതെ, അലസത കാണിക്കാതെ നിങ്ങൾ എൻ്റെ കൂടെ ആ ഹദീസിൻ്റെ കൂടെ ഇങ്ങനെ വരണം. ആ ഹദീസ് റസൂലുള്ള സ്വഹാബത്തിനെ വിവരിച്ചു കൊടുക്കുന്ന ആ രംഗം നിങ്ങളുടെ കണ്ണിലൂടെ ഇങ്ങനെ മിന്നിമറയണം. പ്രവാചകൻ്റെ വാക്കുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ പരലോക ജീവിതവും ഖബർ ജീവിതവും ചോദ്യം ചെയ്യലുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇരുത്തം കൊണ്ടും സംസാരം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കട്ടെ. നാം ചെന്ന് ചേരാൻ പോകുന്ന ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാകാനുള്ള മാറ്റം ഈ ഒരു സദസ്സിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹദീസ് തുടങ്ങുന്നത് അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാൽ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പുറപ്പെട്ടു, ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പുറപ്പെട്ടു. ഫൻതഹൈനാ ഇലൽ ഖബർ, അങ്ങനെ മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് ആ മയ്യിത്തിനെ ഖബറിടത്തിലേക്ക് കൊണ്ടുപോയി. വലമ്മാ യുൽഹദ്, അങ്ങനെ ഖബറടക്കവും കഴിഞ്ഞപ്പോൾ, ആ മയ്യിത്തിനെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ, ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖബറിൻ്റെ അടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുകയാണ്. വജലസ്നാ ഹൗലഹു, ഞങ്ങൾ പ്രവാചകൻ്റെ ചുറ്റിലും ഇരിക്കുന്നു. പ്രവാചകൻ അവിടെ ഇരുന്നു, ഞങ്ങളത് ആ പ്രവാചകൻ്റെ ചുറ്റിലും ഇരിക്കുകയാണ്. വകഅന്ന അലാ റൂസിന ത്വയ്ർ, ഏതുപോലെ അള്ളാൻ്റെ റസൂലിൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പ്രവാചകൻ്റെ മുഖത്തേക്ക് തലയനക്കാതെ ഒരു പക്ഷി വന്ന് തലയിലിരുന്നു കഴിഞ്ഞാൽ ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ എത്ര നിശ്ചലമായിട്ടാണോ നാം ഇരിക്കുക, അതേപോലെ പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളിതായിരിക്കുകയാണ്. വഫീയദിഹി ഊദ്, പ്രവാചകൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. യൻകുതു ഫില്ലല്ലാ, വടി കൊണ്ട് പ്രവാചകൻ ഭൂമിയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫറഫഅ റഅസഹു ഫഖാൽ, എന്നിട്ട് പ്രവാചകൻ അതാ തൻ്റെ തല ഉയർത്തുകയാണ്, മുഖമുയർത്തുകയാണ്.
ഫഖാൽ എന്നിട്ട് റസൂല് പറയുകയാണ് ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്രി മറത്തൈനി ഔ സലാസ. അള്ളാഹുവിനോട് ഖബറിൻ്റെ അദാബിനെ കുറിച്ച് നിങ്ങൾ രക്ഷ തേടണേ, ഖബറിലെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണേ എന്ന് 2 or 3 വട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സുമ്മ ഖാൽ എന്നിട്ട് റസൂൽ അതാ വിശദീകരിക്കാൻ തുടങ്ങുകയാണ്, പ്രവാചകൻ അതാ പറയാൻ തുടങ്ങുകയാണ്. ഇന്നൽ അബ്ദൽ മുഅ്മിൻ, നിശ്ചയം മുഅ്മിനായ ഒരടിമ, വിശ്വാസിയായ ഒരടിമ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരടിമ, ഇദാ കാന ഫിൻഖിതാഇ മിനദ്ദുനിയാ വഇഖ്ബാലിൻ മിനൽ ആഖിറ, ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകാനുള്ള സമയമായി കഴിഞ്ഞാൽ, മരണത്തിൻ്റെ സമയമെത്തിക്കഴിഞ്ഞാൽ, പരലോകത്തേക്ക് പോകാനുള്ള സമയമെത്തിക്കഴിഞ്ഞാൽ, അവൻ മുഅ്മിനാണെങ്കിൽ നസല ഇലൈഹി മലായികതം മിനസ്സമാ, വാനലോകത്ത് നിന്ന് അവനിലേക്ക്, ആകാശത്ത് നിന്ന് അവനിലേക്ക് അതാ ചില മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? ബീദുൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള മലക്കുകളാണ്. ഏതുപോലെ? കഅന്ന വുജൂഹഹുമുശ് ശംസ്, ആ മുഖം വെളുത്ത ഏതുപോലെയാണെന്നറിയോ? സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ആ മലക്കുകളുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നുണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അവരെന്തും കൊണ്ടാണ് വരിക? മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവ അവരുടെ കയ്യിലുണ്ടാകും. സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുമായിട്ടായിരിക്കും അവർ വരിക. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള അത്തറിൽ നിന്നൊരത്തറുമായിട്ടായിരിക്കും അവർ വരിക. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ, എന്നിട്ട് കണ്ണെത്താ ദൂരത്തോളം, അവൻ്റെ കാഴ്ച എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം ആ മലക്കുകൾ അങ്ങനെ ഇരിക്കുമെന്നാണ്. ആ മലക്കുകളെ ഈ മനുഷ്യനിങ്ങനെ നോക്കിക്കാണുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു രംഗായിരിക്കും അത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഇതുവരെ മലക്കുകളെ കണ്ടിട്ടില്ലേ? നമ്മുടെ 2 തോളത്തിരുന്നിട്ട് മലക്കുകൾ ഇങ്ങനെ സദാ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടുണ്ടോ? മലായിക്കത്തിനെ കണ്ടിട്ടുണ്ടോ? എന്താ കാരണം? നമ്മുടെ കണ്ണിനൊരു മറയുണ്ട്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത്, നിറങ്ങൾ എന്ന് പറയുന്നത്, വെളിച്ചം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കേണ്ട, ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ടിരിക്കേണ്ട. കാഴ്ച എന്ന് പറയുന്നത് വലിയ സ്പെക്ട്രമാണ്. അതിൽ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇൻഫ്രാറെഡ് കിരണങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷേ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്, ഇൻഫ്രാറെഡ് കിരണങ്ങൾ കാണാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്. കോഴിക്ക് ഇൻഫ്രാറെഡ് കിരണങ്ങൾ കാണാൻ പറ്റുന്നതാണ്. മനുഷ്യന് കാണാത്ത ഒരുപാട് സംഗതികൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. വലഖദ് കശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ് എന്നാണ് ഖുർആൻ പറയുക. മരണത്തിൻ്റെ സമയത്ത് ആ കണ്ണിൻ്റെ മൂടി പടച്ചോനെ എടുത്തത്. നമ്മുടെ കണ്ണിനൊരു മൂടിയുണ്ട്. ആ മൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ മലക്കുകളെ കാണാത്തത്, പിശാചിനെ കാണാത്തത്. ഈ മൂടി ഇങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റാത്തതൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ മലക്കുകൾ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് ഈ മനുഷ്യൻ കാണാണ്, മരണം അടുത്ത മനുഷ്യൻ കാണാൻ. പിന്നീട് റസൂൽ പറയാൻ, പിന്നീടാണ് മലക്കുൽ മൗത്ത് വരുന്നത്. മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മാലാഖ. മലക്കുൽ മൗത്തിൻ്റെ പണിയാണ് റൂഹ് പിടിക്കുക എന്നത്. ഈ മലക്കുകൾ വന്നിട്ട് അല്പസമയം കഴിഞ്ഞിട്ടാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വരിക. മലക്കുൽ മൗത്ത് വന്നിട്ട് ഈ മനുഷ്യൻ്റെ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. ഫയഖൂൽ എന്നിട്ട് പറയുകയാണ്, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. സമാധാനത്തിൻ്റെ വിളിയാണ് സഹോദരങ്ങളെ. അല്ലയോ പരിശുദ്ധമായ ആത്മാവേ, അല്ലയോ നല്ലതായ ആത്മാവേ, പരിശുദ്ധി പ്രാപിച്ചതായ ആത്മാവേ, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും യാത്രയാകാനുള്ള സമയമാണ്, പുറപ്പെടാനുള്ള സമയമാണ്. ഇതങ്ങോട്ട് പറയുമ്പോൾ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഈ മനുഷ്യൻ്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് ഉഖ്റുജി, ഇത് പുറപ്പെടാനുള്ള സമയമാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മൻ ഫിസ്സഖാ, നിറയെ വെള്ളമുള്ളൊരു പാനപാത്രം, ആ പാനപാത്രം ഒന്ന് ചെരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എത്ര സുഗമമായിട്ടാണോ ആ വെള്ളം പുറത്തേക്ക് വരിക, അതുപോലെ ഈ മുഅ്മിനായ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വെപ്രാളവുമില്ല, ഒരു ബേജാറുമില്ല.
മലക്കുൽ മൗത്തിന്റെ വിളി അങ്ങ് കേൾക്കുന്ന സമയത്ത് നൂല് വെണ്ണയിൽ നിന്ന് ഊരിയെടുക്കുന്നത് പോലെ, നിറയെ വെള്ളമുള്ള പാനപാത്രത്തിൽ നിന്ന് വെള്ളം സുഗമമായി ഒഴുകുന്നത് പോലെ ഈ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് റൂഹ് പുറത്തേക്ക് വരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഫയഖുദുഹാ, അങ്ങനെ ആ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുകയാണ്. മലക്കുൽ മൗത്ത് ആ റൂഹിനെ പിടിക്കുകയാണ്. ഫഇദാ അഖദഹാ ലം യദഊഹാ ഫീ യദിഹി തർഫത ഐൻ. മലക്കുൽ മൗത്ത് ആ റൂഹിനെ പിടിക്കുമ്പോൾ ആകാശം വരെ നിരന്നു നിൽക്കുന്ന ഈ മലക്കുകളുണ്ടല്ലോ, സ്വർഗത്തിലെ കഫൻ പുടവയുമായി വന്നിരിക്കുന്ന ഈ മലക്കുകളുണ്ടല്ലോ, സ്വർഗത്തിലെ അത്തറുമായി വന്നിരിക്കുന്ന ഈ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളതാ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നുകൊണ്ട് ഈ റൂഹിനെ സ്വീകരിക്കുകയാണ്, ഈ റൂഹിനെ ഏറ്റുവാങ്ങുകയാണ്. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് ആ റൂഹിനെ അവർ ഏറ്റുവാങ്ങുമെന്നാണ്. എന്നിട്ട് ആ റൂഹിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ പൊതിയുമെന്നാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്തര ആ മയ്യത്തിന്റെ കഫൻ പുടവയിൽ, ആ റൂഹിന്റെ കഫൻ പുടയിൽ പൂശുമെന്നാണ്. ഈ ദുനിയാവിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഈ ദുനിയാവിൽ ഇന്ന് വരെ ആരും മണത്തിട്ടില്ലാത്ത, ഈ ദുനിയാവിൽ ഇന്ന് വരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും സുന്ദരമായ സൗരഭ്യം, അത്രയും സുന്ദരമായ സുഗന്ധം ആ റൂഹിൽ നിന്ന്, ആ കഫൻ പുടവയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ തുടരുകയാണ്. അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹിനെ ഏറ്റുവാങ്ങി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ പൊതിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്തർ പൂശിക്കൊണ്ട് അവിടുന്ന് അവരതാ യാത്ര തുടങ്ങുകയാണ്. എവിടേക്കാണ് ആ യാത്ര? ഭൂമിയും കടന്ന്, സൗരയൂഥവും കടന്ന്, ക്ഷീരപഥവും കടന്ന്, ഗാലക്സികളും കടന്ന് ആകാശങ്ങളിലേക്കുള്ള യാത്രയാണ്, വാനലോകത്തേക്കുള്ള യാത്രയാണ്. അവരങ്ങനെ കയറി കയറി പോകുകയാണ്. ഈ ആകാശയാത്ര നടത്തുമ്പോൾ അവിടെ എല്ലാം മലക്കുകളുണ്ട് എന്നാണ്. ആകാശഭൂമികൾക്കിടയിൽ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അങ്ങനെ ഈ റൂഹുമായി മലക്കുകൾ വാനലോകത്തേക്ക് യാത്രയാകുമ്പോൾ ആ മലക്കുകൾ ചോദിക്കുമെന്നാണ്, മാഹാദർ റൂഹു ത്വയ്യിബ്, ഏത് നല്ല ആത്മാവാണിത്, ഏത് പരിശുദ്ധമായ ആത്മാവാണിത്, ഏത് സുന്ദരമായ ആത്മാവാണിത്. ഫയഖൂലൂൻ, ആ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യനാണ്, ഇന്ന മനുഷ്യന്റെ പുത്രൻ ഇന്ന മനുഷ്യനാണ്. ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂന ബിഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ചവൻ വിളിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല പേര് വിളിച്ചുകൊണ്ട്, ഏറ്റവും നല്ല പേര് പറഞ്ഞുകൊണ്ട് ഈ മലക്കുകൾ അതാ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചോദിക്കുന്ന മലക്കുകൾക്ക്. ഹത്താ യൻതഹൂ ബിഹാ ഇലസ്സമാഇ ദുനിയാ, അങ്ങനെ അവരുടെ യാത്രയതാ ഒന്നാമത്തെ ആകാശത്തേക്ക് എത്തിച്ചേരുകയാണ്. ഫയസ്തഫ്തിഹൂന ലഹു, ഒന്നാമത്തെ ആകാശത്തിന് കാവൽക്കാരനുണ്ട്, കാവൽമാലാകയുണ്ട്. ആ കാവൽമാലാകയോട് അനുവാദം ചോദിക്കുകയാണ്. ഫയുഫ്തഹു ലഹും, അനുവാദം നൽകപ്പെടുകയാണ്. ഫയുശയ്യഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇലസ്സമാഇ അല്ലതി തലീഹാ, ഒന്നിൽ നിന്ന് രണ്ടിലേക്കും, രണ്ടിൽ നിന്ന് മൂന്നിലേക്കും, മൂന്നിൽ നിന്ന് നാലിലേക്കും, നാലിൽ നിന്ന് അഞ്ചിലേക്കും, അഞ്ചിൽ നിന്ന് ആറിലേക്കും, അങ്ങനെ കയറി കയറി പോകുകയാണ്. ഹത്താ യുൻതഹാ ബിഹി ഇലസ്സമാഇസ് സാബിഅ, ഏഴാമത്തെ ആകാശം വരെ, ഏഴാമത്തെ ആകാശം വരെ ആ മനുഷ്യന്റെ റൂഹുമായി മലക്കുകൾ കയറിപ്പോകുമെന്നാണ്. ഏഴാമത്തെ ആകാശത്തെത്തുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ പറയുകയാണ്, അല്ലാഹു സംസാരിക്കുകയാണ്. ഉക്തുബ് കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എൻ്റെ അടിമയുടെ കിതാബുണ്ടല്ലോ, എൻ്റെ അടിമയുടെ ഗ്രന്ഥമുണ്ടല്ലോ, അത് ഇല്ലിയൂനിലാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്.
വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. അല്ലാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകളുടെ കാവലിൽ സംരക്ഷിക്കപ്പെടുന്ന അല്ലാഹുവിൻ്റെ അബറാറുകളായ അടിമകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഗ്രന്ഥമാണ്, സംവിധാനമാണ് ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗവാസിയാണ്. ഇല്ലിയൂനിൽ ഒരാളുടെ പേര് രേഖപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ്, അവൻ സ്വർഗവാസിയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ മനുഷ്യന്റെ പേരതാ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനെ തിരിച്ചു ഭൂമിയിലേക്ക് മടക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അവനെ ഭൂമിയിലേക്ക് മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖതുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ. അതിൽ നിന്നാണ് ഞാൻ അവനെ പടച്ചത്, അതിലേക്കാണ് ഞാൻ അവനെ മടക്കാൻ പോകുന്നത്. അതിൽ നിന്ന് തന്നെയാണ് അനശ്വരമായൊരു ജീവിതത്തിന് വേണ്ടി ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുന്നതും. അതിൽ നിന്ന് തന്നെയാണ്, ആ മണ്ണിൽ നിന്ന് തന്നെയാണ്, ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ആ മനുഷ്യന്റെ റൂഹദ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ആത്മാവുമായി റൂഹും ശരീരവും തമ്മിൽ വീണ്ടും യോജിപ്പിക്കപ്പെടുകയാണ്. അവൻ ഒന്നുകൂടി എഴുന്നേൽക്കുകയാണ്. അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ റൂഹ് തിരിച്ചു കൊടുത്ത് ആ ഖബറിൻ്റെ അകത്ത് നിന്ന് ആ മനുഷ്യൻ ഒന്നുകൂടി എഴുന്നേൽക്കുമെന്നാണ് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറടക്കം കഴിഞ്ഞാൽ ഖബറടക്കിയ മനുഷ്യരിൽ അവസാനത്തെ മനുഷ്യൻ്റെ 7 അടി കാൽപാദം മുന്നോട്ടെത്തിക്കഴിഞ്ഞാൽ ആ റൂഹദ ശരീരത്തിലേക്ക് തിരിച്ചയക്കപ്പെടുകയാണ്. ഫയതീഹി മലക്കാൻ, 2 മലക്കുകൾ അതാ കടന്നു വരികയാണ്, 2 മലക്കുകൾ വരികയാണ്. ഫയജലിസാനിഹി, എന്നിട്ട് ആ മലക്കുകൾ ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ഈ ഒരു എഴുന്നേൽക്കലിനെ കുറിച്ച് പരിശുദ്ധ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനായ ഒരു മനുഷ്യൻ ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ വെപ്രാളപ്പെട്ടു പോകുമെന്നാണ്, അവൻ ബേജാറായി പോകുമെന്നാണ്. അവൻ്റെ വിചാരം സുബ്ഹ് നമസ്കാരം നഷ്ടപ്പെട്ടു എന്നാണ്. ഒരുപാട് നേരം ഞാൻ ഉറങ്ങിപ്പോയി, ഒരുപാട് നേരം ഞാൻ നിദ്രയിലായി പോയി, എൻ്റെ സുബ്ഹ് നഷ്ടപ്പെട്ടു എന്ന് ബേജാറോടെ തൻ്റെ അരികിലിരിക്കുന്ന മലക്കുകളോട് സുബ്ഹിൻ്റെ സമയം കഴിഞ്ഞോ എന്ന് ചോദിച്ചു പോകുമെന്നാണ്. ആ മലക്കുകൾ മറുപടി പറയുമെന്നാണ്, നമസ്കാരത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞുപോയി, കർമ്മങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞുപോയി, ഇനി പ്രതിഫലത്തിൻ്റെ ദിവസങ്ങളാണ്. ഫയഖൂലാനി ലഹു, എന്നിട്ട് ആ മലക്കുകൾ അതാ ഇടിനാദം പോലെയുള്ള ശബ്ദം കൊണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? എങ്ങനെയാണ് മറുപടി പറയാൻ സാധിക്കുക? ഈ ദുനിയാവിൽ എത്രയോ അറബി ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്, എത്രയോ പരിശുദ്ധ ഹദീസിന്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, എത്രയോ സ്റ്റേജുകളിലും വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇഖ്ലാസുല്ലാത്ത മനുഷ്യനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതല്ല പ്രവർത്തനങ്ങളെങ്കിൽ അവിടെ വെച്ച് മറുപടി പറയാൻ സാധ്യമല്ല. മറിച്ച് ജീവിതത്തിൽ കർമ്മങ്ങൾ ശുദ്ധമാണെങ്കിൽ, ഇഖ്ലാസും ഖുശൂഉമുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനതാ മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമാണ് അവലംബിച്ചത്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് തവക്കുൽ ചെയ്തത്. എൻ്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ സങ്കടം പറഞ്ഞത്. എൻ്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ വേവലാതി പറഞ്ഞത്. അവനല്ലാതൊരാശ്രയത്തെ ഞാൻ ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യർ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിലാകട്ടെ, ഖബറിലാകട്ടെ, മഹ്ശറയിലാകട്ടെ, എവിടെയാകട്ടെ അല്ലാഹു അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്, എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. ചോദ്യം തീരുന്നില്ല. ഫയഖൂലാനി ലഹു, വീണ്ടും ആ മലക്കുകൾ ചോദിക്കുകയാണ്, മാ ദീനുക, എന്താണ് നിന്റെ ദീൻ? ഏതാണ് നീ അവലംബിച്ച മതം? ഏതാണ്? ഫയഖൂൽ, അവൻ പറയുകയാണ്, ദീനീ അൽ ഇസ്ലാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമല്ലാത്തൊരു ദീനിനെ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ പടച്ചോനത് വേണ്ട, അള്ളാഹുവിനത് വേണ്ട. ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുന്നിൽ ഇസ്ലാം മാത്രമാണ് മതം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മാത്രമാണ് സത്യദീൻ. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ഷിആറുകൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോൾ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ വലിച്ചെറിഞ്ഞവർക്ക് ഖബറിൽ വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ദീനീയൽ ഇസ്ലാം എന്ന് മറുപടി പറയാൻ സാധ്യമല്ല. ഫയഖൂലാനി ലഹു, വീണ്ടും ആ മലക്കുകൾ ചോദിക്കുകയാണ്, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്? ഫയഖൂൽ, ആ മുഅ്മിൻ മറുപടി പറയുകയാണ്, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ച, എൻ്റെ ജീവിതത്തെക്കാൾ ഞാൻ സ്നേഹിച്ച, എൻ്റെ കച്ചവടത്തെക്കാൾ ഞാൻ സ്നേഹിച്ച, എൻ്റെ കുടുംബത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ട, എല്ലാറ്റിനേക്കാളും ഞാൻ, എൻ്റെ വീടിനേക്കാളും ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനാണിതെന്ന് ആ ഖബറിൽ വെച്ച് പറയാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവാചകനോടുള്ള സ്നേഹമുണ്ടാകണം. ആ റസൂലിൻ്റെ ജീവിതകഥകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും കണ്ണ് നിറയണം. ആ പ്രവാചകനെ ശിവറം ബിശിവർ, ചാണിന് ചാണായി പിൻപറ്റാൻ നമുക്ക് സാധിക്കണം, മുഴത്തിന് മുഴമായി പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ആരാണെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണതെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചോദ്യം തീരുന്നില്ല. ഫയഖൂലാനി ലഹു, ആ മലക്കുകൾ വീണ്ടും ചോദിക്കുകയാണ്, വമാ ഇൽമുക്, നിന്റെ അറിവെന്താണ്? നീ എന്താണ് പഠിച്ചത്? നിന്റെ അറിവെന്താണ്? ഫയഖൂല, മനുഷ്യ മറുപടി പറയുകയാണ്, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിനെ ഞാൻ വായിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഫആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു, ഞാൻ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ അറിവേതാണ് പ്രിയപ്പെട്ടവരെ? ഭൗതിക വിദ്യാഭ്യാസമാണോ? നമ്മുടെ ഡിഗ്രിയാണോ? നമ്മുടെ PG ആണോ? നമ്മുടെ PhD ആണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഠനമാണോ? ഗവേഷണമാണോ? ഖബറിലെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയില്ല. വമാ ഇൽമുക്, എന്താണ് നിന്റെ അറിവ്? നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവെന്താണെന്ന് ചോദിക്കുമ്പോൾ ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്യുകയും ഫആമൻതു ബിഹി, അതിൽ വിശ്വസിക്കുകയും വസദ്ദഖ്തു, ഞാൻ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഖുർആനാകണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇൽമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാകണം. ചോദ്യം തീർന്നു, ചോദ്യം അവസാനിക്കുകയാണ്. മലക്കുകൾ ചോദ്യം നിർത്തുകയാണ്. ഫയുനാദി മുനാദിം മിനസ് ഫിസ്സമാ, ആകാശലോകത്ത് നിന്നൊരു വിളിയാളമുണ്ടാകുകയാണ്. ഖബറിൻ്റെ ഉള്ളിലേക്ക് ആ വിളിയാളം കേൾക്കും. ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളം ഉണ്ടാകുകയാണ്. ആ വിളിയാളം എന്താണെന്നറിയുമോ? അൻസദഖ അബ്ദീ, എൻ്റെ അടിമൈതാ സത്യം പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമൈതാ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിഷൂഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉടയാടകൾ അവന് അണിയിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, എന്നിട്ട് സ്വർഗ്ഗത്തിലേക്കൊരു വാതിൽ അവൻ്റെ ഖബറിൽ നിന്ന് തുറന്നു കൊടുക്കുക. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ രംഗമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലേക്കൊരു വാതിൽ ആ ഖബറിൽ നിന്ന് തുറന്നു കൊടുക്കുക എന്ന അല്ലാഹുവിൻ്റെ കൽപ്പന വരികയാണ്. ആ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള പരിമളം അതാ ഖബറിലേക്ക് ഇങ്ങോട്ട് എത്തുകയാണ്. ആ സ്വർഗത്തിൻ്റെ സുഗന്ധവും ആ സ്വർഗത്തിൻ്റെ സൗരഭ്യവും ആ സ്വർഗത്തിൻ്റെ ആനന്ദവും ഈ മനുഷ്യൻ്റെ ഖബറിലേക്ക് അങ്ങനെ എത്തുകയാണ്.
മറ്റൊന്നും കൂടി സംഭവിക്കുകയാണ്. എന്താണെന്നറിയുമോ? വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരി, അവൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ഖബറദാ വിശാലമാകാൻ തുടങ്ങുകയാണ്. കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ വിശാലമാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും കഴിഞ്ഞാൽ മലക്കുകൾ അതാ തിരിച്ചു പോകുകയാണ്. മുൻകിർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാം തിരിച്ചു പോകുകയാണ്. വയതീഹി റജുൽ, പിന്നീട് ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് വരുന്നു. ആ വിശാലമായ ഖബറിലേക്ക് ഒരു മനുഷ്യനതാ വരികയാണ്. ഹസനുൽ വജ്ഹ്, നല്ല മുഖമുള്ളൊരു മനുഷ്യൻ. ഹസനുൽ സിയാബ്, നല്ല വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ. ത്വയ്യിബുർ റീഹ്, സുഗന്ധം പരത്തുന്ന ഒരു മനുഷ്യനതാ വരികയാണ്. ഫയഖൂൽ, ആ ഖബറാളി ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്. ഈ മനുഷ്യൻ ഖബറാളിയോട് പറയുകയാണ്, അബ്ശിർ ബില്ലദീ യസുറുക, നിന്നെ സന്തോഷിപ്പിക്കുന്നതുമായി, നിനക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതുമായി നീ സന്തോഷിക്കുക. ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, ഇന്നേ ദിവസം നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. മലക്കുകൾ തിരിച്ചുപോയി. ആ ഖബറിലേക്ക് ഒരു മനുഷ്യൻ, കണ്ടാൽ ബഹുമാനം തോന്നുന്ന, ആദരവ് തോന്നുന്ന, മതിപ്പ് തോന്നുന്ന ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഖബറാളി ചോദിക്കും, ആരാണ് നീ? ആ ഖബറാളിയോട് ഇയാൾ പറയാണ്, സന്തോഷിക്കുക, നല്ലോണം സന്തോഷിക്കുക, കാരണം നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, 3:30 4 മണിക്കൊക്കെ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എന്ത് പ്രയാസമാണ്. പ്രത്യേകിച്ച് തണുപ്പൊക്കെ ഉള്ള സമയത്ത് എഴുന്നേറ്റ് ഇങ്ങനെ വുദൂ ചെയ്യുന്ന സമയത്ത് ഈമാനുള്ള മനുഷ്യരുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയോ? പടച്ചോനെ, ഖബറിൽ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ സുഖസൗകര്യങ്ങളുണ്ടല്ലോ, അത് നീ എനിക്ക് തരണം റബ്ബേ. അതാണ് ഈ ഖബറിൽ ഈ മനുഷ്യൻ വന്നിട്ട് പറയാ, ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസമാണെന്ന്, അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറയും. ആ ഖബറാളി പറയുകയാണ്, ഫയഖൂല ലഹു മൻ അൻത, ആരാണ് നീ? ഈ ഖബറിലേക്ക് വന്ന മനുഷ്യനോട് ഖബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം കാണുമ്പോൾ എന്ത് സമാധാനമാണ്, നീ ഖൈറും കൊണ്ടുവന്നതാണ്, നീ നന്മയും കൊണ്ടുവന്നതാണെന്ന് നിന്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഫയഖൂൽ, ആ ഖബറിലേക്ക് വന്ന മനുഷ്യൻ സംസാരിക്കുകയാണ്, ഞാൻ അന്യനല്ല, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ ക്ഷമയാണ്, നിന്റെ ഇബാദത്താണ്, നിന്റെ സ്വലാത്താണ്, നിന്റെ സൗമാണ്, നിന്റെ സ്വതക്കയാണ്, ഞാൻ അന്യനല്ല. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനതാ ഈ ഖബറാളിയുടെ കൂട്ടിനായിരിക്കുകയാണ്. ഫയഖൂൽ, അങ്ങനെ ആ ഖബറാളി ഉറങ്ങുമെന്നാണ്. ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആ ഖബറാളിക്ക് ആ മുഅ്മിൻ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താണെന്നറിയുമോ? റബ്ബി അഖിമിസ്സാഅ, അല്ലാഹുവേ ഈ ലോകമൊന്ന് അവസാനിപ്പിച്ചു തരണേ റബ്ബേ, ഖിയാമത്ത് നാളൊന്ന് അടുത്താക്കിക്കൊണ്ട് റബ്ബേ, ഹത്താ അർജിഉ ഇലാ അഹ്ലി വമാലി, ഞാൻ ഈ വാതിലിലൂടെ കാണുന്ന എൻ്റെ സ്വർഗത്തിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ, ഞാൻ ഈ വാതിലിലൂടെ കാണുന്ന എൻ്റെ കുടുംബത്തിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ റബ്ബേ, എനിക്കൊന്ന് ഖിയാമത്ത് നാൾ അടുപ്പിച്ചു തരുമോ എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്, ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മനുഷ്യരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഹദീസിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ തീരാണ്. ഒരു മുഅ്മിൻ മരിച്ചു. ആ മുഅ്മിനിൻ്റെ റൂഹിനെ ആകാശം വരെ കൊണ്ടുപോയി, 7ാമത്തെ ആകാശം വരെ കൊണ്ടുപോയി. കാണാത്ത കാഴ്ചകളെല്ലാം മലക്കുകൾ കാണിച്ചു കൊടുത്തു. ഇല്ലീയൂനിൽ പേര് രേഖപ്പെടുത്തി. അതേപോലെ തിരിച്ചു വിശ്രമത്തിന് വേണ്ടി ഖബറിൽ കൊണ്ടുചെന്നാക്കി. മലക്കുകൾ വന്നു, ചോദ്യം ചോദിച്ചു, ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അമൽ, അദ്ദേഹത്തിൻ്റെ അമൽ സ്വാലിഹാത്ത് മനുഷ്യരൂപത്തിൽ ഖബറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. ഖബർ വിശാലമാക്കി കൊടുത്തു. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിലും ഖബറിലേക്ക് തുറന്നു കൊടുത്തു. പിന്നെ ആ മനുഷ്യൻ ഒറ്റ ആഗ്രഹമുള്ളൂ, എന്താണ്? അഖിമിസ്സാ, അല്ലാഹുവേ ലോകാവസാനം പെട്ടെന്നാക്ക് റബ്ബേ, ലോകാവസാനം പെട്ടെന്നാക്ക്. ഹത്താ അർജിഉ ഇലാ മാലി വ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സമ്പത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോകട്ടെ എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. ഒന്നാമത്തെ ഘട്ടം, നമുക്ക് ആഗ്രഹം തോന്നുന്നുണ്ടോ ഇതുപോലെ ഒരു മരണം കിട്ടണമെന്ന്, ഇതുപോലൊരു ഖബർ ജീവിതം കിട്ടണമെന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഒരു മരണവും ഇതുപോലെ ഒരു ഖബർ ജീവിതവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. സമാധാനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും രണ്ടാമത്തെ ഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങാൻ. ആ രണ്ടാമത്തെ ഘട്ടം പ്രവാചകൻ വിവരിച്ചത് ഈ ഒരു പേജിൽ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കിയിട്ടാണ് രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നത്. പ്രവാചകൻ പറയാണ്, വഅന്നൽ അബ്ദൽ കാഫിർ,
എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന്റെ മരണത്തെക്കുറിച്ചാണ് വിശദീകരിക്കപ്പെട്ടത്. ഒരു കാഫിറായ മനുഷ്യൻ, നിഷേധിയായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയാ വഇഖ്ബാലി മിനൽ ആഖിറ, ഈ ദുനിയാവുമായി വേർപിരിഞ്ഞ് പരലോകത്തെ പുൽകാനുള്ള സമയമാകുമ്പോൾ നസല ഇലൈഹി മലായികതും നസല ഇലൈഹി മിനസ് സമാഇ മലായിക, അവൻ്റെ അടുത്തേക്കും ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. പക്ഷെ നേരത്തെ വന്ന പോലെയുള്ള മലക്കുകളെല്ലാം വ്യത്യാസമുണ്ട്. ഈ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? സൂദുൽ വുജൂഹ്, ഭീകരമുഖങ്ങളുള്ള മലക്കുകളായിരിക്കും, കറുത്തിരുണ്ട മുഖമുള്ള മലക്കുകളായിരിക്കും. മഹ്മുൽ മസൂഹ്, അവരുടെ കയ്യിൽ എന്താണ് ഉണ്ടാവുക? നരകത്തിൽ നിന്നുള്ള കരിമ്പടമുണ്ടാകും. ദുർഗന്ധം വമിക്കുന്ന നരകത്തിൽ നിന്നുള്ള കരിമ്പടമായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാവുക. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, ഈ മലക്കുകൾ ഈ മനുഷ്യനെ ബേജാറാക്കിക്കൊണ്ട്, പേടിപ്പെടുത്തിക്കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യന്റെ കൺവട്ടത്ത് ഇങ്ങനെ വന്നിരിക്കുമെന്നാണ്. സുമ്മയജീഉ മലക്കുൽ മൗത്ത്, എന്നിട്ടതാ മലക്കുൽ മൗത്ത് വരികയാണ്. ആ മലക്കുൽ മൗത്തിന്റെ രൂപം പോലും ഭീകരമാണ് പ്രിയപ്പെട്ടവരെ. നിഷേധിയായ മനുഷ്യരുടെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ രൂപം പോലും ഭീകരമാണ്. ഹത്താ യജ്ലിസു ഇൻദ റഅസിഹി ഫയഖൂൽ, എന്നിട്ട് ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് മലക്കുൽ മൗത്ത് പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീഥ, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീഥ, അല്ലയോ വെടക്ക് കെട്ടുപോയ ആത്മാവേ, അല്ലയോ നശിച്ചുപോയ ആത്മാവേ, അല്ലയോ വൃത്തിഹീനമായ ആത്മാവേ, ഉഖ്റുജി, നിനക്ക് യാത്രക്കുള്ള സമയമാണ്. എവിടേക്ക്? ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ്, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ്, അല്ലാഹുവിൻ്റെ വെറുപ്പിലേക്കും അല്ലാഹുവിൻ്റെ കോപത്തിലേക്കും യാത്രയാകാനുള്ള സമയമാണ്. എങ്ങനെയാണ് ആ ആത്മാവ് പ്രതികരിക്കുക? നേരത്തെ എങ്ങനെയാണ് പ്രതികരിച്ചത്? മലക്കുൽ മൗത്ത് വിളിച്ചപ്പോൾ കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത് പോലെ ആ ആത്മാവ് പുറത്തേക്ക് ഒഴുകുകയാണ്. എന്നാൽ ഈ ആത്മാവ് മലക്കുൽ മൗത്തിന്റെ ശബ്ദം ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഈ റൂഹദാ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഛിന്ന ഭിന്നമായി പോകുകയാണ്. ശരീരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഛിന്ന ഭിന്നമാകുകയാണ്. ഫയന്തസിഉഹാ കമാ യന്തസിഉ സഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ പഞ്ഞിയിൽ നിന്ന്, നനഞ്ഞൊരു പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ളു വലിച്ചൂരിയെടുക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യന്റെ റൂഹിനെ വലിച്ചൂരി പുറത്തേക്ക് എടുക്കുമെന്നാണ്. മആദല്ലാഹ്. വലൗ തറാ, അങ്ങ് കാണുകയാണെങ്കിൽ, ഇദിദ്ദാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണവെപ്രാളത്തിലെ അക്രമികളുടെ അവസ്ഥ പ്രവാചകരെ അങ്ങ് കാണുകയാണെങ്കിൽ, വൽ മലായികതു ബാസിതു വൈദീഹിം അഖ്രിജൂ അൻഫുസകും, അല്ലാഹുവിൻ്റെ ശിക്ഷയുടെ മലക്കുകൾ, അദാബിൻ്റെ മലക്കുകൾ ഈ മനുഷ്യരുടെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ഭീമാകാരമായ രൂപത്തിൽ അവരുടെ കൈകൾ നീട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉഖ്റുജി, പുറത്തേക്ക് വരിക. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഹീനമായ ശിക്ഷയുടെ ദിവസമാണ്, നിന്ദ്യമായ ശിക്ഷയുടെ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയന്തസിഉഹാ തതഖത്തഉ മഅൽ ഉറൂഖ് വൽ ലസബ്, ഈ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോയ റൂഹിനെ വലിച്ചൂരിയെടുക്കുമ്പോൾ ഞരമ്പുകളും നാടിഞരമ്പുകളും പൊട്ടിത്തകരുന്ന രൂപത്തിൽ മലക്കുകൾ ഈ റൂഹിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമെന്നാണ്. ഈ ഹദീസിന്റെ രണ്ട് ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആയത്തുകളിൽ ഒതുക്കിയ ആയത്തുകളാണിത്. മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യമാ. ഊരിയെടുക്കൽ വേദനാജനകമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ മലക്കുൽ മൗത്ത് ഈ മനുഷ്യന്റെ റൂഹിനെ ഇങ്ങോട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഫയഖുദുഹാ ഫഇദാ അഖദഹാ ലം യദ്ഉഹാ ഫീ യദിഹി തറഫത ഐൻ, നീ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഈ ഭീകരരൂപികളായ മലക്കുകൾ താഴേക്ക് വന്നുകൊണ്ട് ഈ ആത്മാവിനെ കയ്യിലേക്ക് സ്വീകരിക്കുകയാണ്. ഹത്താ യജഅലൂഹാ ഫീ തിൽക്കൽ മസൂഹ്, എന്നിട്ട് ആ കരിമ്പടത്തിലേക്ക് ഈ റൂഹിനെ പൊതിയുകയാണ്. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ദുർഗന്ധമമിക്കുന്ന കരിമ്പടത്തിലേക്ക് ഈ റൂഹിനെ പൊതിയുമെന്നാണ്. ഫയഖ്റുജു മിൻഹാ കഅൻതനി റീഹിൻ ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്,
വൃത്തികെട്ട ശവത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഗന്ധമാണ് ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരിക. ഈ ദുനിയാവിൽ ഒരാളും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും തീവ്രമായ, അത്രയും വൃത്തികെട്ട ദുർഗന്ധമായിരിക്കും ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരികയെന്ന് പ്രവാചകൻ പറയുകയാണ്. ഫയസ്അദൂന ബിഹാ, എന്നിട്ട് ഈ റൂഹുമായി ആകാശത്തേക്ക് യാത്രയാവുകയാണ്. ഫലാ യമറൂന ബിഹാ അലാ മലഇം മിനൽ മലായികതി ഖാലൂ മാ ഹാദർ റൂഹുൽ ഖബീസ്. അവർ കടന്നു പോകുന്ന മലക്കുകൾ മുഴുവൻ ശപിക്കാതിരിക്കുകയില്ല, സകല മലക്കുകളും ശപിക്കുകയാണ്. അതിലെ ആ റൂഹിനെ കൊണ്ടുപോകുന്ന ആ സ്ഥാനത്തുള്ള മലക്കുകൾ മുഴുവൻ ഈ റൂഹിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഏത് വൃത്തികെട്ടവനാണിവൻ, ഏത് ഭാഗ്യം കെട്ടവനാണിവൻ, ഏത് ഹതഭാഗ്യനാണിവൻ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയഖൂലൂൻ, ഈ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യനാണ്. ബിഅഖ്ബഇ അസ്മാഇഹി അല്ലതി കാന യുസമ്മൂന ബിഹാ ഫി ദുനിയാ, ഈ ദുനിയാവിൽ അവൻ ഏറ്റവും വെറുത്തിരുന്ന പേര് കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ തീരെ ഇഷ്ടപ്പെടാത്ത പേരുണ്ടല്ലോ, ആ പേര് പറഞ്ഞിട്ട് മലക്കുകൾ പരിചയപ്പെടുത്തി. നോക്ക് നിങ്ങൾ, ഒരു കാഫിറായ മനുഷ്യൻ, ഒരു നിഷേധിയായ മനുഷ്യൻ അനുഭവിക്കുന്ന നിന്ദ്യതയും ഹീനതയും മരണത്തിൻ്റെ ഫ്രം വെരി സെക്കൻഡ് അവൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹത്താ യുൻതഹാ ബിഹി ഇലസ്സമാഇ ദുനിയാ, ഒന്നാമത്തെ ആകാശത്തിലെത്തുന്നാണ്. ഈ വൃത്തികെട്ട റൂഹുമായി ഒന്നാമത്തെ ആകാശത്തിലെത്തും. ഫയുസ്തഫ്തഹ് ലഹു, ആകാശത്തിൻ്റെ മാലാഖയോട് അത് തുറക്കാനുള്ള അനുവാദം ചോദിക്കും. ഫലാ യുഫ്തഹു ലഹു, ഒരിക്കലും അത് തുറന്നു കൊടുക്കപ്പെടുകയില്ല. ഇത് ഈ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹിൻ്റെ റസൂല് ഖബറിൻ്റെ അടുത്തുനിന്ന് വിശദീകരിക്കാൻ, എന്നിട്ട് റസൂല് പറയാണ് ആകാശത്തേക്ക് കൊണ്ടുപോകും, പക്ഷേ ആകാശത്തിൻ്റെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിൻ്റെ 40-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആയത്ത്? ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, അവർക്ക് വേണ്ടി ഒരിക്കലും ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ഈ പറയുന്ന ഈ സൂചിയുടെ, ചെറിയ സൂചിയുടെ തുളയിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അത്രമാത്രം അസംഭവ്യമാണ് ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുക എന്നത്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, ഒന്നാമത്തെ ആകാശത്ത് നിന്ന് അനുമതി കിട്ടുന്നതിൻ്റെ മുന്നേ പടച്ചറബ് പറയുകയാണ്, ഉക്തുബൂ കിതാബഹു ഫി സിജ്ജീനി ഫിൽ അർദിസ് സുഫ്ലാ. നേരത്തെ എവിടെ രേഖപ്പെടുത്താനായിരുന്നു പറഞ്ഞത്? ഇപ്പം പറയാണ്, ഭൂമിയുടെ അടിത്തട്ടിൽ സിജ്ജീൻ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡിലാണ് ഇവൻ്റെ കിതാബ് രേഖപ്പെടുത്തി വെക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുക്കാൻ. നേരത്തെ പറഞ്ഞ റെക്കോർഡ് ഏതാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാണ്? ഓർമ്മയില്ല? ഇല്ലിയൂൻ നേരത്തെ പറഞ്ഞത് അല്ലേ? അതെവിടെയാണ്? 7-ാമത്തെ ആകാശത്തിൻ്റെയും അപ്പുറത്താണ്. ഇതൊന്നാമത്തെ ആകാശത്തിലേക്ക് പോലും പ്രവേശനം കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കാണ്. എന്നിട്ട് പറയാണ്, അവൻ്റെ നേരത്തെ അള്ളാഹു എന്താ പറഞ്ഞത്? ഉക്തുബു കിതാബ അബ്ദി, എൻ്റെ അടിമയുടെ കിതാബ് രേഖപ്പെടുത്തി വെക്ക്. ഇപ്പം എന്താ പറയുന്നത്? ഉക്തുബു കിതാബഹു, അവൻ്റെ, ആ വൃത്തികെട്ടവൻ്റെ, ആ നശിച്ചവൻ്റെ കിതാബ് സിജ്ജീനിൽ രേഖപ്പെടുത്തി വെക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ആകാശത്ത് വെച്ച് അവൻ്റെ റൂഹിനെ വലിച്ചെറിയുമെന്നാണ് മലക്കുകൾ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൽ പങ്കുചേർത്ത ആളുകൾ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവനെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അവൻ്റെ റൂഹിനെയും ജസദിനെയും ഈ പറയുന്ന ഖബറിൽ വെച്ച് ഒരുമിപ്പിക്കുകയാണ്. വയതീഹി മലക്കാൻ, അവൻ്റെ അടുത്തേക്കും 2 മലക്കുകൾ വരും. ഫയുജ്ലിസാനിഹി, എന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക, മൻ റബ്ബുക. നേരത്തെ മുഅ്മിനോട് ചോദിച്ച അതേ ചോദ്യം ഇവനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂൽ, അവൻ മറുപടി പറയാണ്, ഹാ ഹാ ലാ അദ്രി. ആ ശബ്ദാണ് ആ ഖബറാളി ഉണ്ടാക്കുക. ഹാ ഹാ ലാ അദ്രി, എൻ്റെ നാശമേ, എൻ്റെ നാശമേ, എനിക്കറിയില്ല. അവിടുന്ന് അടി കിട്ടും, ഖബറിന്ന് അടി കിട്ടും.
ആ അടിയുടെ ശക്തി കൊണ്ട് ഖബർ മുഴുവൻ തീപ്പൊരി കൊണ്ട് നിറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനും ജിന്നുകളും ഒഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ആ ഖബറിൻ്റെ പുറത്തുകൂടി പോയാൽ ആ ശിക്ഷയുടെ ദീനരോധനങ്ങൾ കേൾക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിലൊക്കെ പ്രവാചകൻ പറയുന്ന ഈ ഓരോ കാര്യത്തിലും ഇന്ന് സയൻസിൻ്റെ അനിതര സാധാരണമായ സപ്പോർട്ടുണ്ട്. ഭൂമി കുലുക്കം ഒരു പ്രദേശത്തുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മൃഗങ്ങളൊക്കെ ഭൂമി കുലുങ്ങാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ രക്ഷപ്പെടും. എന്താ കാരണം? ആ ഭൂമിക്കടിയിലുള്ള പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ മൂവ്മെൻറ്റ് അവർക്ക് നേരത്തെ കൂട്ടി കേൾക്കാനും അറിയാനും സാധിക്കും. ഈ സുനാമിയും ഭൂകമ്പമൊക്കെ വരുമ്പോൾ, ഗുജറാത്തിലൊക്കെ പഴയ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെയുള്ള മൃഗങ്ങളൊക്കെ, കെട്ടിയിടാത്ത മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അവസാനം വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ, വയനാട്ടിൽ മുണ്ടക്കൈയിൽ അപകടമുണ്ടായപ്പോൾ മൃഗങ്ങളൊക്കെ കാലേ കൂട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഭൂമിയുടെ അടിയിൽ സംഭവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വാരിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. മനുഷ്യനത് കഴിയില്ല. മനുഷ്യന് ആ കഴിവില്ല. ഭൂമിക്കടിയിൽ നിരഞ്ഞു നീങ്ങുന്ന പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്ക് അല്ലാഹു കൊടുത്തു. ഇതൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെയും എത്രയോ കൊല്ലം മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഖബറിൻ്റെ അടിയിൽ നടക്കുന്ന ആ ദീനരോധനങ്ങൾ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. പക്ഷെ മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ആ ശബ്ദം മൃഗങ്ങളും പറവകളും കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാ ഹാ ലാ അദ്രി എന്ന മനുഷ്യൻ പറഞ്ഞു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അടുത്ത ചോദ്യം വരികയാണ്, മാ ദീനുക, എന്താണ് നിന്റെ ദീൻ? അപ്പോൾ അയാൾ മറുപടി പറയും, ഹാ ഹാ ലാ അദ്രി, എൻ്റെ നാശമേ, എൻ്റെ നാശമേ, എനിക്കറിയില്ല. അടുത്ത ചോദ്യം, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, ഈ മനുഷ്യൻ ആരാണ്? അവിടെയും അയാളുടെ മറുപടി ഹാ ഹാ ലാ അദ്രി, ലാ അദ്രി. ചോദ്യം മുഴുവൻ തീരും. ആകാശത്തു നിന്ന് വിളിയാളമുണ്ടാകും, അവൻ കള്ളനാണ്, അവൻ കളവ് പറഞ്ഞു, അവൻ വ്യാജനാണ്. തീ കൊണ്ടുള്ള ഇരിപ്പിടം അവന് കൊടുക്കുക. അവന്റെ ഖബറിൽ നിന്ന് നരകത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുക. ആ ഖബറിൻ്റെ തുറക്കപ്പെട്ട വാതിലിലൂടെ നരകത്തിൻ്റെ ചൂടും അതിൻ്റെ പുകയും, അതിൻ്റെ കറുത്ത പുകയും അതിൻ്റെ ഉഷ്ണക്കാറ്റുമെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ഖബറിൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അവൻ്റെ വാരിയെല്ലുകൾ തമ്മിൽ കോർക്കുമാറ് ഖബർ അവനെ ഇടുക്കി കളയാൻ തുടങ്ങും. ഖബർ വിശാലാവല്ല ചെയ്യുക, ഖബർ രണ്ട് ഭാഗത്തു നിന്നും എടുക്കാൻ തുടങ്ങും. അവൻ്റെ വാരിയെല്ലുകൾ കോർത്തിണങ്ങുമാറ് ആ ഖബർ അവനെ എടുക്കാൻ തുടങ്ങും. ഈ ശിക്ഷകൾക്കെല്ലാം നടുവിൽ നരകത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഉഷ്ണക്കാറ്റും തീയും വരുന്നുണ്ട്. ഖബർ രണ്ട് ഭാഗത്തു നിന്നും ഇരിക്കുന്നുണ്ട്. മലക്കുകളുടെ രോധനങ്ങൾ, ആക്രോശങ്ങൾ കേൾക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്കും ഒരു മനുഷ്യൻ വരും. ആ ഖബറിലേക്കും ഒരു മനുഷ്യൻ വരും. ഖബീഹുൽ വജ്ഹ്, ഏറ്റവും വൃത്തികെട്ട പിശാചിന്റെ മുഖമുള്ള ഒരു മനുഷ്യൻ. ഖബീഹുൽ സിയാബ്, ഏറ്റവും വൃത്തികെട്ട, കണ്ടാൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്. മുൻതിനുർ റീഹ്, ഏറ്റവും വൃത്തികെട്ട, ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് കടന്നു വരും. ഫയഖൂൽ, എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഖബറാളിയോട് പറയാണ്, ഹബ്ശിർ ബില്ലദീ യസൂഉക്, വൃത്തികെട്ടവനെ, നീ ദുഃഖിക്കുക, നീ കരയുക, നീ ഉറക്കെ കരയുക, നീ ദീനരോധനങ്ങൾ മുഴക്കുക. ഹാദാ യൗമുക്കല്ലദീ കുൻത തുഅദ്, ഹാദാ യൗമുക്കല്ലദീ കുൻത തുഅദ്, നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത്, നിന്നോട് മുന്നറിയിപ്പ് നൽകപ്പെട്ട ദിവസമാണിത്. താൻ തോന്നിയായി ജീവിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോൾ, അള്ളാനെ മറന്ന് ജീവിക്കുമ്പോൾ, നിന്റെ ചുറ്റുമുള്ള നല്ല മനുഷ്യർ നിന്നോട് നന്നാവാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആളുകൾ നിന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അതൊന്നും നീ കൂട്ടാക്കിയില്ല, അതൊന്നും നീ മൈൻഡ് ചെയ്തില്ല. യൗമുക്കല്ലദീ കുൻത തുഅദ്, ഇന്നേ ദിവസം നിന്റെ ഹിസാബിൻ്റെ ദിവസമാണ്, ഇന്നേ ദിവസം നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ്. ഫയഖൂൽ, ആ ഖബറാളി, മൻ അൻത്, ആരാണ് നീ, ആരാണ് നീ? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിശ്ശർ, നിന്റെ മുഖം കണ്ടാൽ തന്നെ ഷർറിൻ്റെ അങ്ങേയറ്റമാണ്, വൃത്തികെട്ട മുഖമാണ് നിൻ്റെത്. ആരാണ് നീ? ഫയഖൂൽ, ആ ആഗതം പറയുകയാണ്, ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആരാനല്ല, ഞാൻ അന്യനല്ല. അന അമലുക്കൽ ഖബീസ്, നിന്റെ വ്യഭിചാരാണ് ഞാൻ, നിന്റെ ലഹരി ഉപയോഗമാണ് ഞാൻ, നിന്റെ കളവ് പറച്ചിലാണ് ഞാൻ, നിന്റെ വഞ്ചനയാണ് ഞാൻ, നിന്റെ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഫയഖൂൽ, ആ മനുഷ്യന് ഒരേ ഒരു കാര്യം മാത്രമേ അവിടെ പറയാനുള്ളൂ. എന്താണെന്നറിയോ?
അല്ലാഹുമ്മ റബ്ബി ലാ തഖിമിസ്സാ, അല്ലാഹുമ്മ റബ്ബി ലാ തഖിമിസ്സാ. അല്ലാഹുവേ, അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കരുതേ റബ്ബേ, അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കരുതേ റബ്ബേ എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ആ മനുഷ്യൻ അവിടെ പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് അന്ത്യനാൾ സംഭവിക്കരുത് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? നരകം അവൻ കണ്ടുകൊണ്ടിരിക്കാൻ, നരകത്തിലെ തീച്ചൂളകളും നരകത്തിലെ പുകയും എല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കാൻ. ആ നരകത്തിലേക്കാണ് അവൻ മടക്കപ്പെടുക എന്ന് അവൻ അറിയാം. അത് ഭയന്നിട്ടാണ് അവൻ പറയുന്നത് ലാ തഖിമിസ്സാ, അല്ലാഹുവേ അന്ത്യനാൾ സംഭവിപ്പിക്കല്ലേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് ഒരൊറ്റ ഹദീസാണ്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിൽ നിന്ന് 10 മിനിറ്റേ കുറവുള്ളൂ. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ നമ്മളിരുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ഇരിക്കുന്നത് പോലെ ഉറക്കം തൂങ്ങിയിട്ടല്ല ഇരുന്നത്, കസ്ലാനായിട്ട് മടിയന്മാരായിട്ടല്ല ഇരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ ജാഗ്രതയോടെ ഭയത്തോടെ അവർ കേട്ടു. അത് കൃത്യമായി അവർ മനസ്സിലാക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അവരുടെ ഹൃദയം ഭയത്താൽ കിടുകിട വിറച്ചു. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, യാ അല്ലാഹ്, നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ 1-ാമത്തെ ഘട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും പരിചയക്കാരെയും ഞങ്ങളുടെ അധ്യാപകരെയും എല്ലാം റബ്ബേ ഈ പറയുന്ന 1-ാമത്തെ ഗണത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കാൻ, ആ വീടുണ്ടാക്കുമ്പോൾ ആ വീടിൻ്റെ ഓരോ കാര്യങ്ങളും എത്ര കൃത്യമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. സെൻട്രൽ ഹാൾ എങ്ങനെ വേണം, മുറികൾ എങ്ങനെ വേണം, അടുക്കള എങ്ങനെ വേണം, അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ ആവണം, അതിൻ്റെ ഫർണിച്ചറുകൾ എങ്ങനെയാവണം, എത്ര ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുക. ഇനി വീടുണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് നാട്ടിലെത്തിയാലും ഒരു വീട്ടിലേക്ക് കയറിയാൽ നമ്മൾ അതിൻ്റെ ഡിസൈൻ നോക്കും, നമ്മളതിൻ്റെ ഇൻറ്റീരിയർ നോക്കും. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ, അല്ലേ? അത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊരു വീടുണ്ടാക്കുക. എത്ര കൊല്ലാണ് നമ്മൾ വീട്ടിൽ നിൽക്കുക? നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 30-ാമോ 40-ാമത്തെ വയസ്സിലാണ് ഒരു വീടുണ്ടാക്കുക. അങ്ങനെ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ 20-ഓ 30-ഓ 40-ഓ കൊല്ലാണ് ആ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കുക. പക്ഷേ മരിച്ചു, പ്രിയപ്പെട്ടവരെ, ഖബറിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര കൊല്ലം ആ ഖബറിൽ കിടക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല. അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാരൊക്കെ പാടിയത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് ജമാന. ഖബർ കാണേണ്ടതില്ല. ഖബറെന്ന് കേട്ടാൽ തന്നെ കണ്ണ് നിറയണം പ്രിയപ്പെട്ടവരെ. ഖബറെന്ന് കേട്ടാൽ തന്നെ ഹൃദയം നടുങ്ങണം പ്രിയപ്പെട്ടവരെ. ഖബറെന്ന് കേട്ടാൽ തന്നെ മനസ്സ് ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ താടിരോമങ്ങൾ നനഞ്ഞു കുതിർന്നതുപോലെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഖബർസ്ഥാനിലൂടെ നടക്കുമ്പോൾ പൊഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാളെ ഞാനും നിങ്ങളും പോയി കിടക്കേണ്ട ഖബറാണത്. ആ ഖബറിൽ എത്ര നാളാണ് കിടക്കേണ്ടി വരിക? സമാനാണ്. യുഗങ്ങളോളം കിടക്കേണ്ടി വരും. ആ ഖബറിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്താണ്? ആ ഖബറിലേക്കുള്ള യാത്ര നാം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്ന ആ സെക്കൻഡിൽ നമ്മുടെ സ്വത്ത് അന്യമാകുകയാണ്, നമ്മുടെ കമ്പനി അന്യമാകുകയാണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് അന്യമാകുകയാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അന്യമാകുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ആ വീട്ടിൽ നിന്ന് മയ്യത്തുമായി നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യ അന്യമാവുകയാണ്, മക്കൾ അന്യമാവുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് കുടുംബമില്ലാതാവുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് ആൺമക്കളതാ ആ ഖബർസ്ഥാൻ വരെ വരികയാണ്. ആ ഖബറിലേക്ക് വെച്ച് ആൺമക്കളും അന്യരാവുകയാണ്, അവരും അതാ തിരിച്ചു പോകുകയാണ്. പിന്നീട് ആ ഖബറിൽ നമ്മൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് ജമാന.
അവിടെ മെത്തയില്ല, മേടയില്ല, തലയിണയില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ഭാര്യയില്ല, മക്കളില്ല, അനുജയില്ല, അനുജത്തിയില്ല, മഹല്ലില്ല, നാട്ടുകാരില്ല, പരിചയക്കാരില്ല, സംഘടനക്കാരില്ല, ആരാരുമില്ല. നമ്മൾ ഒറ്റക്കാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർമ്മങ്ങളും ഒറ്റക്കാണ്. അവിടെ സമാനുകളാണ് കഴിച്ചു കൂട്ടേണ്ടത്. എത്രയോ പ്രാധാന്യത്തോടെ നാം പരിചരിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരം ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. നമ്മുടെ ആ ശരീരം അങ്ങനെ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങൾ മരണപ്പെടുന്നത് പോലെയല്ല. മനുഷ്യൻ്റെ മാംസമാണ് ഏറ്റവും മാർദ്ദവമേറിയ മാംസം. മനുഷ്യൻ്റെ മാംസമാണ് ഏറ്റവും രുചിയേറിയ മാംസം. ആ മാംസം ഇങ്ങനെ 6 അടി മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തൊട്ട് സൂക്ഷ്മജീവികളും പുഴുക്കളും ചിതലുകളും നമ്മുടെ മാംസങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങുകയാണ്. മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ പേശികൾ മുഴുവൻ ലയിച്ചു പോകുകയാണ്, മണ്ണിലേക്ക് ലയിച്ചു പോകുകയാണ്. മാസങ്ങൾ കഴിയുമ്പോൾ അസ്ഥികൂടം മാത്രമായി നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി മാറിപ്പോകുകയാണ്. ഇതാണ് ഖബർ ജീവിതം പ്രിയപ്പെട്ടവരെ. ആ ഖബർ ജീവിതം നീളുന്നത് എവിടെ വരെയാണെന്നറിയുമോ? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2ാമത്തെ ഊത്തുവരെയാണ്. 1ാമത്തെ കാഹളത്തിലൂത്തിൽ എന്താണ് സംഭവിക്കുക? ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമെന്നാണ്. ഈ ലോകം മുഴുവൻ ഇല്ലാതെയായി പോകുമെന്നാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നടക്കുന്ന ഗവേഷണങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിന് അനുയോജ്യമായ ഒരു അവസാനമുണ്ട് എന്ന നഗ്നമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 1400 കൊല്ലങ്ങൾക്ക് മുന്നേ ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമാ അംറുനാ ഇല്ലാ വാഹിദത്തിൻ കലംഹിം ബിൽ ബസർ. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സർവനാശത്തെക്കുറിച്ച് ഫിസിക്സ് സംസാരിക്കുന്നുണ്ട്. അത് സംഭവിക്കുക സെക്കൻഡിൽ എത്രയോ ഒരു അംശത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിം ബിൽ ബസർ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിലൂതി കഴിഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഈ മഹാപ്രപഞ്ചം മുഴുവൻ തകർന്ന് തരിപ്പണമാകുമെന്നാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഖറജത്തിൽ അർദു അസ്ഖാലഹാ. ഭൂമി അതാ കിടുകിടാ വിറക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാം അത് പുറത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങുകയാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭയാനകമായ സംഭവം എന്താണെന്നറിയുമോ നബിയേ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്തൂത് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങളതാ കമ്പിളികൾ പോലെ എടുത്തുകുടയപ്പെടുകയാണ്. മനുഷ്യരതാ അന്തരീക്ഷത്തിലൂടെ ഈ ആമ്പാറ്റകളെ പോലെ പാറുകയാണ്, പറക്കുകയാണ്. ആകാശമതാ വിണ്ടുകീറപ്പെടുകയാണ്. ഭൂമിയതാ പിളർക്കപ്പെടുകയാണ്. സമുദ്രമതാ ഇളക്കി മറിക്കപ്പെടുകയാണ്. വന്യജീവികളതാ ഒരുമിച്ച് കൂടുകയാണ്. സൂര്യനതാ ചുറ്റപ്പെടുകയാണ്. അതിന്റെ ശോഭ നഷ്ടപ്പെടുകയാണ്. നക്ഷത്രങ്ങളതാ സ്ഥാനം തെറ്റിക്കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അവയതാ പരസ്പരം കൂട്ടിയിടിക്കുകയാണ്. ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വലിയ വലിയ തീഗോളങ്ങൾ കൊണ്ട് നിറയുകയാണ്. സൂര്യനതിന്റെ ഇന്ധനം നഷ്ടപ്പെട്ട് മരിച്ചു പോകുകയാണ്, നാമാവശേഷമാകുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം സംഭവിക്കുന്നത് നിമിഷാർദ്ധം കൊണ്ടാണ്, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട്. ഈ മഹാപ്രപഞ്ചം മുഴുവൻ നശിച്ച് നാമാവശേഷമാകുകയാണ്. എല്ലാം ഇല്ലാതെയാവുകയാണ്. അള്ളാഹു മാത്രം ബാക്കിയാവുകയാണ്. പടച്ചിറപ്പ് മാത്രം ബാക്കിയാവുകയാണ്. അവിടുന്ന് അങ്ങനെ ശൂന്യതയിൽ പടച്ചിറപ്പ് മാത്രമുള്ള, ഒന്നുമില്ലാത്ത, ഗ്രഹങ്ങളില്ലാത്ത, ഗാലക്സികളില്ലാത്ത, തമോഗർത്തങ്ങളില്ലാത്ത, മനുഷ്യരില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകൾ പോലും ഇല്ലാത്ത ഈ പ്രപഞ്ചം അങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ്. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അതാ പുനർജനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വനുഫിഖ ഫിസ്സൂർ
فإذا هم من الأجداث إلى ربهم ينسلون. രണ്ടാമത്തെ കാഹളമോത്തുണ്ടായി കഴിഞ്ഞാൽ അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, എല്ലുകളായി നുരുമ്പിച്ചു പോയ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് മഴ പെയ്താൽ പ്രാണികൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ അവരതാ പൂർവ്വരൂപം പ്രാപിച്ചു കൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹുവിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി അവരതാ പുറപ്പെടുകയാണ്. അന്നൊരു കുറ്റവാളി ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, ഖാലു യാ ഫൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, മിൻ മർഖദിനാ, ഞങ്ങളുടെ ഈ കുഴിമാടങ്ങളിൽ നിന്ന്, ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് പരമകാരുണികന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണല്ലോ, വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാരതാ അവർ പറഞ്ഞതിതാ കൃത്യമായി പുലർന്നിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഹശറിന്റെ മൈതാനി വിളിച്ചു കൂട്ടപ്പെടുകയാണ്. കളവ് പറയാൻ കഴിയാത്ത, സ്വാധീനം ഉപയോഗിക്കാൻ കഴിയാത്ത, രാഷ്ട്രീയക്കാരുടെ വാക്കുകൾക്ക് സ്ഥാനമില്ലാത്ത, പണക്കാരുടെ പണത്തിന്റെ ഹുങ്കിന് സ്ഥാനമില്ലാത്ത അള്ളാഹുവിന്റെ നീതിയുക്തമായ കോടതി, നീതി നിർണയിക്കപ്പെടുന്ന കോടതി അതാ അവിടെ വിളിച്ചു കൂട്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതഘട്ടത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടമാണിത്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് തുടങ്ങിയ യാത്ര ജീവിതത്തിലൂടെ ഖബറിലൂടെ പോയി അവസാനം മഹ്ശറ മൈതാനിയിൽ അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്ന രംഗമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ദിവസമാണത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എത്ര തവണയാണ് പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുള്ളത്? ഭീകരമായ ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. സ്വന്തം ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മയൊന്ന് പുനർജനിച്ചിരുന്നെങ്കിലെന്ന് എത്രയോ ആഗ്രഹിച്ച മക്കളുണ്ട്. ആ ഉമ്മയൊന്നുകൂടി കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് തീവ്രമായി ആഗ്രഹിച്ച മക്കളുണ്ട്. ആ ഉമ്മയെ മാശറയിൽ വെച്ച് കാണുന്നതാണ് പ്രിയപ്പെട്ടവരെ, ആ വാപ്പയെ മാശറയിൽ വെച്ച് കാണുന്നതാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, പരസ്പരം വിശേഷങ്ങൾ ചോദിക്കുന്നില്ല. മരണപ്പെട്ടിട്ട് യുഗങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, എൻ്റെ ഉമ്മയെ ഞാനിതാ കാണുകയാണ്, എൻ്റെ ഉമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല, എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കുന്നില്ല, എൻ്റെ ഉപ്പയോട് ഞാൻ സംസാരിക്കുന്നില്ല, എൻ്റെ മക്കളോട് ഞാൻ സംസാരിക്കുന്നില്ല. മറിച്ച് എൻ്റെ നോട്ടമതാ എൻ്റെ റബ്ബിൻ്റെ വിചാരണയിലേക്കാണ്, അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ട നരകത്തിലേക്കാണ്. ആ നരകം ഇങ്ങനെ കാണുന്ന സമയത്ത് യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീ. ഈ ദുനിയാവിലുള്ള സകല മനുഷ്യരെയും പ്രായശ്ചിത്തമായി കൊടുത്തിട്ട് ആ നരകത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ എന്ന് ഏറ്റവും സ്വാർത്ഥനായി മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റവും സ്വാർത്ഥനായി മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന അവസ്ഥയാണ്. സ്വന്തം ജീവനേക്കാൾ തങ്ങളുടെ ഉമ്മത്തുകളുടെ ജീവന് പ്രാധാന്യം നൽകിയ, അവരുടെ ഹിദായത്തിന് പ്രാധാന്യം നൽകിയ ചരിത്രത്തിലെ മഹാരഥന്മാരായ പ്രവാചകന്മാർ പോലും സ്വന്തം കാര്യം ആലോചിച്ച് സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന രംഗമാണ് മഹ്ശറ. അവിടെ സ്വാർത്ഥതയില്ലാതെ വർത്തമാനം പറയുന്ന, അവിടെ സ്വാർത്ഥതയില്ലാത്ത സംസാരിക്കുന്ന ഒരേ ഒരു പടപ്പ് മാത്രമേ ഈ ദുനിയാവിലുള്ളൂ, ഒരേ ഒരു സൃഷ്ടി മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് മാറി മാറി മനുഷ്യ സംവത്സരത്തിന്റെ നിവേദക സംഘം മാറി മാറിപ്പോയി. അവസാനം പ്രവാചകന്റെ മുന്നിലെത്തുമ്പോൾ ആ പ്രവാചകനതാ റബ്ബിന്റെ മുന്നിലേക്ക് സുജൂദിലേക്ക് വീഴുകയാണ്. ഹശ്റിന്റെ മൈതാനിയിൽ സുജൂദിലേക്ക് വീഴുകയാണ്. ആ സമയത്ത് ആ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പടച്ച റബ്ബ് ആ സമയത്ത് പ്രവാചകന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ സുജൂദ് അങ്ങോട്ട് തുടങ്ങുമ്പോ, അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങുമ്പോ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ
വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കൊണ്ട് അല്ലാഹു അതാ മലക്കുകളോടൊപ്പം വിചാരണയുടെ വേദിയിലേക്ക് എഴുന്നള്ളുകയാണ്. അല്ലാഹു അതാ വരികയാണ്, വിചാരണ തുടങ്ങുകയാണ്, കിതാബ് നൽകപ്പെടുകയാണ്, മീസാൻ വെക്കപ്പെടുകയാണ്, നന്മതിന്മകൾ തൂക്കപ്പെടുകയാണ്. മനുഷ്യ സഞ്ചയം മുഴുവൻ 2-3 വിഭാഗങ്ങളായി മാറുകയാണ്. ഒരു വിഭാഗം അതാ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു, മറുവിഭാഗം അതാ നരകത്തിലേക്ക് യാത്രയാകുന്നു. ഒരു വിഭാഗം അതാ സ്വർഗനരകങ്ങൾക്കിടയിലുള്ള അറാഫിലേക്കും യാത്രയാവുകയാണ്. അവിടെയുള്ള കടമ്പകൾ, പ്രിയപ്പെട്ടവരെ, ഹിസാബ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള കടമ്പകൾ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ഗ്രന്ഥം ഇങ്ങനെ വെച്ചു തരുന്നൊരു രംഗമുണ്ട്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. സ്ഥലത്തിന് ശകുനമുണ്ടെന്ന് പറയലുണ്ട് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, ദിവസത്തിന് ശകുനമുണ്ടെന്ന് പറയലുണ്ട് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ. എവിടെയാണ് ശകുനമുള്ളത്? ഖുർആൻ പറയുകയാണ്, വകുല്ല ഇൻസാനിൻ, എല്ലാ മനുഷ്യർക്കും അൽസംനാഹു, ഞാൻ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ത്വാഇറഹു, അവന്റെ ശകുനത്തെ, ഫീ ഉനുഖിഹി, അവന്റെ പിരടിയിൽ, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, തുറക്കപ്പെട്ട ഗ്രന്ഥമായി ആ ശകുനത്തെ ഞാൻ അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ്. ഇഖ്റ കിതാബക്, നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാൻ ഇന്നൊരു വക്കീലിന്റെ ആവശ്യമില്ല, ന്യായാധിപന്റെ ആവശ്യമില്ല, നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല, നിനക്ക് വിധി പറയാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഒരു ഭരണഘടനയുടെ ആവശ്യമില്ല, നിനക്ക് വിധി എഴുതാൻ നീ തന്നെ ധാരാളമാണ്. അന്ന് ആ കിതാബിങ് കയ്യിൽ കിട്ടുമ്പോ, നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്തുണ്ട്, പ്രിയപ്പെട്ടവരെ, വവുദിഅൽ കിതാബ്, കിതാബ് ദാ വെക്കപ്പെടുകയാണ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, കുറ്റവാളികളാ ഗ്രന്ഥം തുറന്നിട്ട് നിരാശരാകുന്നത് അങ്ങേക്ക് കാണാം. എന്നിട്ട് അവർ പറയുകയാണ്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്, ചെറുതും വലുതുമായ ഒന്നും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, അവൻ ചെയ്തതാ അവിടെ ലൈവായിട്ട് അവന് കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, ഒരിക്കലും അവനോട് അക്രമം ചെയ്യപ്പെടുകയില്ല. രണ്ട് രീതിയിലാണ് ഗ്രന്ഥം നൽകപ്പെടുക. ഒന്നാമത്തെ രീതി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന മുന്നിൽ നിന്ന് മാന്യമായ വലത്തെ കൈയിലേക്കാണ് ഗ്രന്ഥം നൽകപ്പെടുക. ആ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ആ ഗ്രന്ഥം കിട്ടിയ മനുഷ്യർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. LKG-യിലും UKG-യിലും 1-ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ, ഒരു കുട്ടിയുടെ ആവേശത്തോടെയാണ് പറയുന്നത്. സ്കൂളിൽ നിന്ന് മുഴുവൻ മാർക്കും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാർ കിട്ടിയതും 5 സ്റ്റാർ കിട്ടിയതും വെരി ഗുഡ് കിട്ടിയതും എക്സലന്റ് കിട്ടിയതുമെല്ലാം ഉമ്മയെ കാണിക്കുന്നതിന് വേണ്ടി ധൃതിയോടെ ബാഗ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പുസ്തകമടിച്ച് കാണിച്ചു കൊടുക്കുന്ന ആ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ ഒരു നിഷ്കളങ്കതയോടെ ലാഘവത്തോടെ വലത്തെ കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അതിന് തൻ്റെ ചുറ്റിലും നിൽക്കുന്ന പരിചയക്കാരോട് പറയുകയാണ്, ഹാ എൻ്റെ സമാധാനമേ, സമാശ്വാസമേ, ഖറഊ കിതാബിയ, എൻ്റെ ഗ്രന്ഥമൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ. ഇന്നി ظننت അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ദിവസം വന്നെത്തുമെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു. എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ വൈയക്തിക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും, എൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളിലടക്കം ഈ ദിവസം വരാനുണ്ടെന്നുള്ള ഓർമ്മ എനിക്കുണ്ടായിരുന്നു, ചിന്ത എനിക്കുണ്ടായിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ, സമാധാനവും സമാശ്വാസവുമുള്ള ജീവിതത്തിലേക്ക് അവനതാ മടക്കപ്പെടുകയാണ്, ഉന്നതമായ സ്വർഗത്തിലേക്ക് അവനതാ മടക്കപ്പെടുകയാണെന്നാൽ ഫഅമ്മാമൻ ഉതിയ കിതാബഹു ബിശിമാലി, രണ്ടാമതായി ഗ്രന്ഥം നൽകപ്പെടുന്നത് എങ്ങനെയാണെന്നറിയുമോ? പിന്നിലൂടെ ഇടത് കൈയിലേക്കാണ്.
അപ്രതീക്ഷിതമായിട്ടാണ് ആ ഗ്രന്ഥം നൽകപ്പെടുക. പിന്നിലൂടെ ഇടത് കൈയിലേക്കാണ് നൽകപ്പെടുക. അതിങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഫയഖൂൽ യാ ലൈതനി ലം മൂത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ. ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ, എൻ്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ആ ഗ്രന്ഥം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ അല്ലാഹു അതാ കൽപ്പന കൊടുക്കുകയാണ്, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. അവനെ പിടിക്കുക, ആമം വെക്കുക, കത്തിയാളുന്ന നരകത്തിലേക്ക് ആനയിക്കുക, 70 മുഴം വരുന്ന ചങ്ങലയിൽ അവനെ ബന്ധിക്കുക. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. മഹോന്നതനായ അല്ലാഹുവിൽ അവിശ്വസിച്ചവനാണവൻ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവരുടെ അന്നത്തിന്റെ വിഷയത്തിൽ ഒരു പരിഗണനയുമില്ലാതിരുന്നവനാണവൻ. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം. ഇന്നേ ദിവസം ഇവിടെ ഒരു കൂട്ടുകാരനും അവനില്ല. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവുമില്ല. എന്താണ് ഗിസ്ലീൻ പ്രിയപ്പെട്ടവരെ? നരകവാസികളായ ആളുകളുടെ തൊലികൾ കത്തിക്കരിഞ്ഞ് ആ തൊലിക്കിടയിലൂടെ പുറപ്പെടുന്ന ചീഞ്ചലവും ചോരയും അടങ്ങുന്ന ഒരു നദി തന്നെ നരകത്തിൽ രൂപപ്പെടുമെന്നാണ്. ആ നരകവാസികൾ ദാഹിച്ചു വലഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ആ ഗിസ്ലീൻ എന്ന ദുർഗന്ധം വമിക്കുന്ന പാനീയത്തിൽ നിന്നെടുത്തുകൊണ്ട് അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്നാണ്. അവരുടെ വായിലേക്ക് അതങ്ങ് ഒഴിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ, അവരുടെ അണ്ണാക്ക് പൊട്ടിക്കൊണ്ട് അവരുടെ തൊണ്ടകൾ പൊട്ടിക്കീറിക്കൊണ്ട് അതിങ്ങനെ പുറത്തേക്ക് വരുമെന്നാണ്. വേദനാജനകമായ അദാബാണ് അവിടുത്തെ വെള്ളം കുടി പോലും, അവിടുത്തെ ഭക്ഷണങ്ങൾ പോലും പ്രിയപ്പെട്ടവരെ. തിളച്ച നദിയിൽ നിന്ന് അവരെ കുടിക്കാൻ നിർബന്ധിക്കുമെന്നാണ്. അവർ കുടിക്കാതിരിക്കുന്ന സമയം ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. അവർ കുടിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ അവരുടെ തലയിലൂടെ ആ തിളച്ച പാനീയം ഒഴിക്കുമെന്നാണ്. അവരുടെ തലയോടുകൾ നസാഅത്തൻ ലിശവാ, ഉരുകി ഒലിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതെല്ലാം സത്യമാണ്, പുലരാനുള്ളതാണ്, കാണാനുള്ളതാണ്. ചില ആളുകളൊക്കെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ എക്സാജറേഷൻ അല്ലേ, ഇതൊക്കെ അതിശയോക്തി പറയല്ലേ, അങ്ങനെ സംശയിച്ചു നിന്ന മനുഷ്യന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നരകത്തിൽ വെച്ച്. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. നരകത്തിൽ അവരിങ്ങനെ കത്തിയെരിയുമ്പോൾ അവരോട് ചോദിക്കാണ്, അഫസിഹ്റുൻ ഹാദാ, ഇത് എക്സാജറേഷൻ ആണോ, ഇത് അതിശയോക്തിയാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അതല്ല നിങ്ങൾ ഇപ്പോഴും ഇത് കാണുന്നില്ല എന്നുണ്ടോ? ഇസ്ലൗഹ, കത്തിയെരിഞ്ഞുകൊള്ളുക. ഫസ്ബിറു ഔ ലാ തസ്ബിറു, ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളുക. സവാഉൻ അലൈക്കും, രണ്ടും നിങ്ങൾക്ക് ഒരുപോലെയാണ്. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുള്ളൂ. നിങ്ങളുടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണിത് എന്ന് അവരോട് പറയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ്റെ വലുപ്പത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, അവൻ്റെ ഒരു തോളിൽ നിന്ന് ഇപ്പുറത്തെ തോളിലേക്കുള്ള സഞ്ചാര ദൈർഘ്യം, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയുടെ 3 ദിവസത്തെ വഴിദൂരാണ്. അത്രയും വലുപ്പുണ്ടാവും ഒരു നരകവാസിയുടെ ശരീരത്തിന്. അവൻ്റെ തൊലിക്ക് തന്നെ 40 മുഴം കട്ടിയുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം റിലേറ്റ് ചെയ്തൊരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പല വേദികളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുറത്ത് ഒരു ഇൻഫെക്ഷൻ വന്നു. ആ ഇൻഫെക്ഷൻ ഇങ്ങോട്ട് കൂടി അവസാനം അത് കുറച്ച് ആഴത്തിലേക്ക് പോയി. സർജറി ചെയ്യേണ്ടി വന്നു. സർജറി ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആർക്കും ആ വേദന ഒന്നും കൊടുക്കാതിരിക്കട്ടെ, അതിശക്തമായ അതികഠിനമായ വേദനയായിരുന്നു. സർജറി കഴിഞ്ഞു. അതിൻ്റെ ഡ്രസ്സിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതെന്താണ് ഇത്ര, ആ സർജറിയുടെ സമയത്ത് നിങ്ങൾ അനസ്തീഷ്യ തന്നിട്ടും ആ ഭാഗം തരിപ്പിച്ചിട്ടും എനിക്ക് ഇത്രയും വേദനിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങളുടെ സ്കിന്ന് കട്ടിയുള്ളതാണ്, നിങ്ങളുടെ തൊലി കട്ടിയുള്ളതാണ്. അതുകൊണ്ട് അനസ്തീഷ്യ തന്നു കഴിഞ്ഞാലും ആ തൊലിയുടെ ഏറ്റവും അവസാനത്തെ ലെയറിലേക്ക് അനസ്തീഷ്യ എത്തണമെന്നില്ല. അപ്പം അത് തുരക്കുന്നത് വരെ നിങ്ങൾ വേദന അനുഭവിച്ചേ പറ്റുള്ളൂ. അല്ലാഹു അക്ബർ. നരകവാസിയുടെ തൊലിയുടെ കട്ടി 40 മുഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാൻ്റെ റസൂലിന് ഡെർമറ്റോളജി അറിഞ്ഞിട്ടല്ല, അള്ളാൻ്റെ റസൂൽ സർജൻ ആയതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ വഹീ പ്രകാരമാണ് പറയുന്നത്.
എന്തിനാണെന്നറിയാം നരകവാസികൾക്ക് ഇത്ര കട്ടിയുള്ള തൊലി കൊടുക്കുന്നത്? കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഈ 40 മുഴം വരുന്ന തൊലി പോലും കത്തി ഉരുകിപ്പോകും ആ നരകത്തിൻ്റെ ശക്തമായ തീയിൽ. പകരം അള്ളാഹു വേറെ തൊലി കൊടുക്കും, എന്നിട്ട് അനുഭവിക്കും. ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം. അനുഭവിക്കുക, നീ വലിയ പ്രതാപിയായിരുന്നല്ലോ, വലിയ മാന്യനായിരുന്നല്ലോ എന്ന് അള്ളാഹുവിൻ്റെ അദാബിൻ്റെ മലക്കുകൾ പറയും. അവിടെ ദയയില്ല പ്രിയപ്പെട്ടവരെ, കരുണയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതലുണ്ട് അർ റഹ്മാൻ ഇർ റഹീം. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചിട്ടുണ്ടോ? വലിയ 2 പ്രപഞ്ചമാണത്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ, എല്ലാറ്റിനോടും കരുണ കാണിക്കുന്നവൻ, എല്ലാറ്റിനോടും കരുണ കാണിക്കും. അള്ളാഹുവിനെ തെറി പറയുന്നവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും. എത്ര വലിയ പാപിയും അവിടുന്ന് പശ്ചാത്തപിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അർ റഹീം എന്നാൽ ഒരു ഭാഗത്ത് എക്സ്ട്രീം മേഴ്സിഫുൾ, ഒരു ഭാഗത്ത് എക്സ്ട്രീം കാരുണ്യമുള്ളവൻ, മറുഭാഗത്ത് തിരിഞ്ഞു നോക്കാത്തവൻ. ആ കാരുണ്യം റിസർവ്ഡ് ആണ്. റഹീം എന്ന സിഫത്ത്, ആ കാരുണ്യം റിസർവ്ഡ് ആണ്. അതൊരു വിഭാഗം ആളുകൾക്ക്, സ്വർഗവാസികൾക്ക് വേണ്ടി ആ കാരുണ്യം ഒതുക്കപ്പെടും. നരകവാസികളെ തിരിഞ്ഞു നോക്കില്ല. റബ്ബനാ അബ്സിർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ. അല്ലാഹുവേ, ഞങ്ങളെ ഒന്ന് നോക്ക് റബ്ബേ, ഞങ്ങളെ ഒന്ന് കേൾക്ക് റബ്ബേ, ഞങ്ങളെ ഒന്ന് മടക്ക് റബ്ബേ എന്ന് നരകവാസികൾ ആർത്താർത്ത് കരയും. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കില്ല. കാരണം അള്ളാഹു അന്ന് റഹീമാണ്, റഹ്മാനല്ല. അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്നുള്ള സിഫത്ത് ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയമാണ്. റഹീം എന്ന സിഫത്താണ്. അവിടെ പടച്ച റബ്ബ് നരകവാസികളെ തിരിഞ്ഞു നോക്കൂല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അള്ളാഹു പറയും ഇന്ന നസീനാക്കും. ഇന്ന് സ്വബീക്ക് നമ്മൾ കേട്ടതാണ്, ഇന്ന നസീനാക്കും, ഞാൻ നിങ്ങളെ മറന്നു, ഞാൻ നിങ്ങളെ ഒഴിവാക്കി, നിങ്ങൾക്കൊരു പരിഗണനയില്ല. മഅദല്ലാ, അല്ലാഹുവേ കാത്തുരക്ഷിക്കു റബ്ബേ. ഇന്ന നസീനാക്കും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തഅമലൂൻ ഫദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. ഒരിക്കലും തീരാത്ത ശിക്ഷകൾ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. കരഞ്ഞ് 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 ആർത്തട്ടഹസിച്ച് അവസാനം അള്ളാഹുവിനെ വിളിച്ച് 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 അല്ല തിരിഞ്ഞു നോക്കാതെ ഈ മനുഷ്യർ അവസാനം നരകത്തെ കാക്കുന്ന മലക്കുകളുടെ നേതാവിനെ വിളിക്കുന്ന ഒരു രംഗം സൂറത്തു ജാത്തയിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വനാദൗ യാ മാലിക്, അല്ലയോ മാലിക്കേ, അല്ലയോ മാലിക്കേ. മാലിക് എന്ന മലക്കിനെ വിളിക്കാൻ. എന്നിട്ട് എന്താ ആവശ്യപ്പെടുന്നത്? ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനല്ല, കുറച്ച് വെള്ളം തരാനോ ഭക്ഷണം തരാനോ അല്ല. പിന്നെ എന്താ ആവശ്യപ്പെടുന്നത്? ഇഖ്ദി അലൈനാ റബ്ബുക്, ഒന്ന് കൊന്നു തരുമോ, ഒന്ന് അവസാനിപ്പിച്ചു തരുമോ മരണം. ഒരു നരകവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുണയാണ് അവനെ സംബന്ധിച്ചിടത്തോളം മരണം. ആ മലക്ക അവരോട് മറുപടി പറയും, ഖാല ഇന്നക്കും മാകിസൂൻ. ഇല്ലല്ലോ, മരണം ഇല്ലല്ലോ. സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും നരകവാസികൾ നരകത്തിലേക്കും അണഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരാടിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് മരണം വിധിക്കുന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് ആർക്കും മരണമില്ല, എല്ലാവരും അനശ്വരരാണ്. സ്വർഗവാസികൾ അനശ്വരമായ സുഖം അനുഭവിക്കുന്നവരാണ്, നരകവാസികൾ അനശ്വരമായ വേദനയും തീവ്രമായ ദുഃഖവും അനുഭവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് കഠിനമായ ശിക്ഷ അരങ്ങേറുമ്പോൾ മറുഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അബ്റാറുകളായ അടിമകൾ പറയുകയാണ്, വഖാലുൽ ഹംദുലില്ലാഹ് വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ ഒരു സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് വഴി കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്വർഗത്തിൽ ഞങ്ങൾ ഒരിക്കലും എത്തുമായിരുന്നില്ല, ഇവിടേക്ക് ഞങ്ങൾ ഒരിക്കലും വന്നണയുമായിരുന്നില്ല. ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ് വദുല്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, മുള്ളില്ലാത്ത ഇളം തൈലന്തമരത്തിൽ തിങ്ങി നിറഞ്ഞ വായത്തോപ്പുകളിൽ അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലാശയങ്ങളിൽ സുഖനിദ്രയിൽ മണിമേടകളിൽ ഖൈമകളിൽ പൂന്തോട്ടങ്ങളിൽ അരുവികളിൽ ഈ തേനിൻ്റെയും പാലിൻ്റെയും അരുവികളിൽ കള്ളിൻ്റെ അരുവികളിൽ സുഖാനുഗ്രഹത്തിൻ്റെ പാരമ്യത്തിൽ സ്വർഗവാസികൾ അങ്ങനെ ജീവിക്കുമെന്നാണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനവും സന്തോഷവുമല്ലാതെ അവിടുന്ന് ഒന്നും ബാക്കിയാവുകയില്ല, അവരൊന്നും കേൾക്കുകയോ അനുഭവിക്കുകയോ ഇല്ല. പരമമായ സമാധാനത്തിൻ്റെയും പരമമായ സമാശ്വാസത്തിൻ്റെയും അഹലുകാരായി അവർ സ്വർഗത്തിലേക്ക് അണയുമെന്നാണ്. ആ സ്വർഗവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ,
റുഇയത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള, അള്ളാഹുവിനെ നോക്കാനുള്ള അനുഗ്രഹമാണ്. അള്ളാഹുവിനെ നേരിട്ട് കണ്ട് ആ റബ്ബിൻ്റെ മുന്നിലേക്ക് സ്വർഗവാസികൾ സുജൂദ് ചെയ്യുന്നൊരു രംഗമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകുമാറാകട്ടെ. ആ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ കിടമത്സരം നടത്തേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. സുന്ദരമായൊരു മരണവും സമാധാനപൂർണമായ ഒരു ഖബറിലെ ഉറക്കവും സന്തോഷപൂർണമായ ഒരു ഉയർത്തെഴുന്നേൽപ്പും, എളുപ്പത്തിലുള്ള ആ കിതാബും ഹിസാബും മീസാനും, എളുപ്പത്തിലുള്ള സിറാത്ത് പാലവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് വലത് കാലം എടുത്തു വെച്ച് കയറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നരകം എന്ന ഭയാനകതയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൻ്റെ അവസാനം വരെ, റൂഹ് പിരിയുന്നത് വരെ നിൻ്റെ ത്വാഅത്തിലും തഖ്വയിലുമായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. നിൻ്റെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അധ്വാനം ഞങ്ങളുടെ ജീവിതത്തെ ഒരു ആദത്താക്കി നീ മാറ്റി താ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.